കളിയുടെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ മുന്നിലാണ്. നമുക്ക് ആരാധകരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട്? ഹാപ്പി ആയോ? ഒന്നല്ല 4-0 പറഞ്ഞത്. ഇനി 4-0 6-0 വരാൻ പോണത്. മൂന്നായില്ല, ഇനി 3 കൂടി. ഇനി ഒരു 3 കൂടി ഉണ്ട്. എങ്ങനെയുണ്ട്? പ്രതീക്ഷയുടെ നിലവാരത്തിലെ കളി ഉറപ്പല്ല. എന്തായാലും 4-0 ഞാൻ പറഞ്ഞില്ലേ, അത് 4-0 ഇനിയിപ്പോ അതിലും മുകളിലേക്ക് പോകാനേ ചാൻസേ ഉള്ളൂ. പഴയ ബ്രസീലായി. ബ്രസീലിന്റെ പഴയ കളി ഞാൻ നിങ്ങളോട് ഫസ്റ്റ് എന്ത് പറഞ്ഞു, ബ്രസീൽ തിരിച്ചു വരും. നെയ്മർ ഇല്ലെങ്കിലും ബ്രസീലിന്റെ ടീമാണ്. ആ ടീമിൽ ആരാണ് മുന്നിൽ കളിക്കുന്നത് ഓരെന്തായാലും വരും. 100% കപ്പടിക്കും. 6ാമത്തോ വരും. ഈ ജേഴ്സിന്റെ മുകളിൽ 6ാമത്തോ വരും. ഈ വേൾഡ് കപ്പ് ബ്രസീലല്ല വേറെ ആരും അടിക്കൂല. നിരങ്ങി വന്ന സമയത്തൊക്കെ ബ്രസീൽ കപ്പടിച്ചിട്ടുള്ളൂ. ബ്രസീൽ ഫസ്റ്റ് കളി ജയിക്കണ്ടായി. ഓരോന്നിങ്ങനെ വന്നോട്ടെ. എന്തായാലും ടീം സെറ്റായി അല്ലെ? എല്ലാ മേഖലയും സെറ്റാണ്. 100% സെറ്റാണ്. നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളെ ബ്രസീലിൽ നമുക്ക് വിശ്വാസമുണ്ട്. അതിൽ ഒരു ആത്മവിശ്വാസക്കേടില്ല. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുന്നത്. 5-0 മുമ്പിൽ 4-അല്ലോ, 5-0 കളി. 5-ലെത്തും. 5-0 സെറ്റായില്ലേ? ഇനിയിപ്പോ ഹാഫ് ടൈമും കൂടി ഉണ്ട്. അടുത്തത് ഹാഫ് ടൈം എത്തിയപ്പോ 3-0 ആയി. അടുത്ത ഇനി ഒരു 3 കൂടി ഇടും. ഇന്ന് ടീം മൊത്തത്തിൽ സെറ്റാ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് നെയ്മർ എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ മാത്രമല്ല, മൊത്തം ടീം സെറ്റാ. നമ്മൾ ഇനി അങ്ങോട്ട് ബ്രസീലിന്റെ സമയമാണ്. ബ്രസീലിന്റെ സമയം. ഇന്ന് ബ്രസീലിന്റെ ഡേ. എങ്ങനെ ഹാപ്പിയാണോ? ഭർത്താവിന്റെ ടീം 3 ഗോൾ അടിച്ച്. അല്ല, ഇന്ന് ഇവരെന്തായാലും ജയിക്കും എന്നുള്ള അറിയാം എനിക്ക്. കാരണം ഹെയ്ത്തി പോലെയുള്ള ചെറിയ ടീമിന്റെ കൂടെ അവർ ജയിച്ചേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും സെമി കാണട്ടെ, എങ്ങനെയെങ്കിലും കടക്കട്ടെ. നമുക്ക് നേരിടാൻ ആള് വേണമല്ലോ അല്ലേ? അതന്നെ. 3 ഗോൾ അടിച്ച് ഇത്രയും പ്രതീക്ഷിച്ചോ? അതോ ഇനിയും അടിക്കാൻ സാധ്യതയുണ്ടോ? ഇനിയും അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടിട്ട് ഹെയ്ത്തിന്റെ കളിയൊക്കെ കണ്ടിട്ട് ഇനിയും അടിക്കാൻ സാധ്യതയുണ്ട്. അടിക്കട്ടെ. ഒരു കൂടെ വന്നാലും ശരിയാവുള്ളൂ. അത് മാത്രല്ല, ഇനിയുള്ള കളിയിൽ ഇത്രയും ഗോൾ ഇടാൻ പറ്റുമോ അറിയില്ല. എന്തായാലും അടിക്കട്ടെ എന്നാ. ഇനി അടിക്കും എന്ന് പറയുന്നു. നമുക്ക് ബ്രസീൽ പോകാനോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് കളി? ആണോ? 3 ഗോൾ അടിച്ച് പ്രതീക്ഷ ഇത്ര അടിക്കുന്നു? ബ്രസീലിന്റെ കളി അതിമനോഹരം. ബ്രസീലിന്റെ കളി അതിമനോഹരം. വിനീഷ്യസ് ഭയങ്കര കിട്ടിയ അവസരങ്ങൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തിയ എല്ലാ അവസരങ്ങളും വളരെ നന്നായിട്ട് കളി. ഒരു പഴയ ബ്രസീലൊക്കെ പോലെ പഴയ ബ്രസീലിന്റെ സ്റ്റാൻഡേർഡ് അത് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വളരെ കളികൾ പാഴായിരുന്നു. പക്ഷേ അതേമാതിരി മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രസീലിന് ചാൻസ് കിട്ടുന്നില്ല അവസരം. ഈ ബ്രസീൽ പലപ്പോഴും അങ്ങനെ കളി പുരോഗമിക്കുന്നതോറും അല്ലെ ടൂർണമെന്റ് മുന്നോട്ട് പോകുന്നു. അതിന് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത്ര പ്രതീക്ഷയില്ല. വളരെ നല്ല കളി. ഇനി കപ്പടിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്രസീൽ ഫാൻസിന് നല്ല സന്തോഷിക്കാൻ തോന്നുന്നു. അതെ, വളരെ അവസാനം സന്തോഷിക്കാനുള്ള നല്ല അവസരം. ഹാഫ് ടൈമിന് മുമ്പ് 3 ഗോൾ അടിച്ചെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. ഇനിയിപ്പോ എത്ര അടിക്കും? തീരുമ്പോഴത്തേക്ക് എത്രയാവും? അത് നമ്മൾ ഫുട്ബോളിന്റെ കളികൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ലാസ്റ്റ് വരെ നമുക്ക് കണ്ടിരിക്കാണ്ട് പ്രവചനമൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കളി പ്രകാരം നല്ല ബ്രസീൽ ഇനിയും ഗോൾ അടിക്കാൻ സാധ്യതയുണ്ടെന്നാ കാണും. ബ്രസീൽ തന്നെയാണ് ജയിക്കാൻ സാധ്യത, ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ എയ്ത്തിയുടെ മത്സരം കൂടെ കാണണമെന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ വന്നിട്ട് ജയിക്കുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി. ടീം കുറച്ചുകൂടി സെറ്റായി തോന്നുന്നല്ലേ മൊത്തത്തില്? അതെ അതെ. ഒത്തിരി പുരോഗമിച്ചു. അവര് കുറച്ചും കൂടെ ശ്രദ്ധിച്ച പോലെ തോന്നുന്നു. അർജന്റീനയ്ക്ക് വലിയ എതിരാളികളെ കാത്തിരിക്കുന്നതിന്. അതെ, അതല്ലേ രസം. കളിയുടെ രസം അതല്ലേ. നല്ല മത്സരം വന്നിട്ട് ജയിക്കുമ്പോഴല്ലേ ശരിയായ ജയം. അങ്ങനെ ജയിക്കാൻ കഴിയട്ടെ. നെയ്മർ ഇല്ലാത്ത അറിയാനില്ല അല്ല, ഞാൻ ഹെയ്ത്തിയുടെ ഒരു മത്സരം കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കൗണ്ടർ കണ്ടില്ല, അത് പ്രതീക്ഷിക്കുന്നു. കളി കൊള്ളാം അല്ലെ? നല്ല ഒരു പഴയ ബ്രസീലിന്റെ നിലവാരത്തിലേക്ക് എത്തി. ബ്രസീലിന്റെ നിലവാരത്തിലേക്ക് എത്തുന്നുണ്ട്. ഞാനൊരു അർജന്റീന ഫാനാണ്. ഇന്ന് തോക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ്. അവര് തോക്കുന്നതാണല്ലോ, പക്ഷെ നടക്കുന്നൊന്നുമില്ലെന്ന്. അല്ല, കളി കണ്ടിട്ട് നല്ല മെച്ചമുണ്ട്. അതായത് കഴിഞ്ഞ കളിനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. നെയ്മർ ഇല്ലെങ്കിൽ പോലും കളിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. അതെ അതെ അതെ. എന്തായാലും ഇന്നൊരു എത്ര ഗോളിന് ജയിക്കും? കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫിഫ വേൾഡ് കപ്പ് നമ്മളെ റൊണാൾഡോയുടെ ടീം കപ്പടിക്കണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. ഞാൻ ആക്ച്വലി ഒരു അർജന്റീന ഫാനാണ്. എന്നാലും മെസ്സിക്ക് കഴിഞ്ഞ വർഷം കിട്ടി. ഇനിയിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് റൊണാൾഡോക്ക് കൊടുക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രസീൽ കുറെ തവണ വാങ്ങിയതാണല്ലോ അല്ലേ? ബ്രസീൽ കുറെ തവണ വാങ്ങിയതാണ്. എന്നാലും നമുക്ക് റൊണാൾഡോന്റെ അവസാന കളിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റൊണാൾഡോന് കിട്ടണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ അർജന്റീനക്കാർക്ക് ചെറിയ നിരാശയാണ്. നിങ്ങളെക്കാളും വലിയ കളി ഇപ്പൊ അവർ കാഴ്ചവെക്കുന്നത്. അല്ല, നമുക്ക് ഇനി കളികൾ വരാനുണ്ട്. നമ്മളൊരു സാമ്പിൾ മാത്രമാണ് 3 ഗോൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ആ 3 നമുക്ക് കാണാം. ചേട്ടാ എങ്ങനെയുണ്ട്?
ടീം ഡ്രോൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും ജാസ്തി സ്കോർ ചെയ്യണം. അതാ ഞാൻ 4 ഗോള് പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ 4 ഗോള്. വലിയ ടീം ഡ്രോൺ ആയി കഴിഞ്ഞാൽ ഗോളിന്റെ സ്കോറിലെ ടീം കിടക്കുക. വലിയ ടീം ഡ്രോൺ 1 പോയിന്റ് പോയില്ലേ, മൊറോക്കയ്ക്ക് 1 പോയിന്റ്, ഇവർക്ക് 1 പോയിന്റ്. അടുത്ത കളി അതേമാതിരി അവർ ജയിക്കും. ഇവരോട് ഏറ്റവും ഞാൻ സ്കോർ ചെയ്യണം. അതാ ഞാൻ അല്ല 4 ഗോളിൽ നിൽക്കുവോ ഈ പോക്ക് പോയാ? 4 ഗോള് പോരാ. ഈ കളി കണ്ടാൽ 7 ഗോള് സെവനെ കാണുന്നു. 7 അടിക്കും. ഈ കളി കാണുമ്പോൾ 7 അടിക്കണം. എങ്ങനെയുണ്ട് ടീം മൊത്തത്തിലൊന്ന് ഒത്തിണക്കം ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? ടീമിന് മൊത്തത്തിൽ ഒരു ഒത്തിണക്കം ആയെന്ന് തോന്നുന്നു ഈ കളിയിൽ. അതെ, ഇപ്പോഴാണ് ക്ലിയറായി വരുന്ന കളി. ബ്രസീലിന്റെ കളി ക്ലിയറായി വരുന്നുണ്ട്. നെയ്മർ ഇല്ലാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അവരെ ഇറക്കും. എന്തായാലും ഉണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് കളിപ്പിക്കണം. ഇപ്പൊ സ്കോർ ചെയ്യണ്ട എല്ലാവരും. അവന് അത്യാവശ്യം ആവശ്യമാണ്. ഓണില്ലെങ്കിൽ ഇവിടെ ടീം കൂട്ടിപ്പോകും. അവസാനം ഇറക്കുവാണ്, എന്തായാലും ഇറക്കും. സെക്കൻഡ് റൗണ്ടിൽ ഇറക്കും. എന്നാലും ഉഷാറായി ഇപ്പൊ. ഉഷാറായി. ചേട്ടാ എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട് കളി? ബ്രസീലിന്റെ കളി തിരക്കല്ല. അറിയില്ല. കഴിഞ്ഞ തവണത്തെ പോരായ്മയൊക്കെ മാറ്റിയവര് അല്ലേ? ജയിക്കും. വലിയ മാർജിന് ജയിക്കും. വലിയ മാർജിന് ജയിക്കുമെന്ന്. അല്ലല്ല, ഒരു ഗോൾ കൂടെ അടിക്കും. മറ്റൊരു 1-2 തിരിച്ചടിക്കും. അവർ തിരിച്ചടിക്കും. അങ്ങനെ പ്രതീക്ഷ. ഒരു നല്ല കളിയുണ്ട്, നല്ല കളിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.